ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് അസ്രസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് പെട്ടെന്ന് അടുക്കളയിലോട്ട് വന്നാട്ടെ ഷിബിലി മോനും ഫിനിമോളും വരുമ്പോഴേക്ക് ചായയൊക്കെ ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഇത് ചായക്ക വെള്ളമാണ് എടുത്ത് കൊണ്ട് ഈ സീക്കുമ്പോൾ അങ്ങോട്ട് വെച്ചു. പിന്നെ ഇക്ക കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനേ, സുർക്കയും ശർക്കരയും പിന്നെ പച്ചമുളക് ചപ്പ് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ അത് ഒക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണെ, ചായ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ കിടന്ന് ആവുന്നുണ്ട്. നിങ്ങൾ എന്ത് വീഡിയോ കാണുമ്പോഴും ഉണ്ടാവില്ലേ നമ്മുടെ ആ ചാക്ക് അങ്ങനെ ഇരിക്കുന്ന അതിൽ പൊടിപ്പിക്കാനുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഒഴിവുള്ള ദിവസം പൊടിപ്പിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണേ. അപ്പോൾ ഈ എടുക്കുന്ന പച്ചമുളകിൻ്റെ ഇഞ്ചിനെയും പാത്രം കേട്ടോ ഞാൻ അതിൽ അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയതിന് ശേഷം കൊണ്ടുവന്ന മുളക് അങ്ങോട്ട് അതിലാണ്ട് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും അത് ചായക്കുള്ള വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈസിക്കും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ തിളക്കൂട്ട. ഈസിക്കും എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ശ്രദ്ധ വേണം, എല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അങ്ങനത്തെ ചായ ആയി. പിന്നെ അത് ഒരു മാതോളി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിൽ ഒന്നെടുത്തിട്ട് ഇന്നാൾ അങ്ങനെ തിന്നു. അപ്പോൾ ഇത് അച്ചാറിടാന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാനും ഷിബിലും മോനും കൂടി ഒരു ദിവസം മുന്നേ ഒക്കെ റെഡിയാക്കി വെച്ചതായിട്ട്. അപ്പോൾ ഇവിടെ ഡ്രസ്സ് മാറിയിട്ടുണ്ടാവും, അതാട്ട് അച്ചാറിടുന്നത് ഇന്നുമാണ്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചത് ഞങ്ങൾ 2 ദിവസം മുന്നായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലെങ്കിൽ ഞാനത് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരോ ഉടായ്പ ഒക്കെ ഉണ്ട്. ഞാനൊന്നും അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്ക് കണ്ടില്ല അത് തലയിലോട്ട് ഓടി. അപ്പോൾ ഏതായാലും അടുക്കളയിൽ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വെറുകിൻ്റെ ചുള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഞാനും തന്നെ അവൻ്റെ പിന്നാലെ ഞാനും കണ്ട് ഓടി. ഇവർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവട്ടെ. ഞാനത് അച്ചാറിടാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ തോലുകളൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഒന്നും അങ്ങനെ തിന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ അച്ചാറിടാന്ന് വെച്ചു. അങ്ങനത്തെ അതിൻ്റെ ഒന്ന് പൊളിച്ച് നോക്കിയപ്പോഴാണ് ഇത് ഭയങ്കര ഉറപ്പിട്ടാ. ഇത് കത്തി തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുന്നൊക്കെ പറഞ്ഞേക്കണല്ലേ. പിന്നെ കത്തിയില്ലാതെ പറ്റണില്ല കേട്ടോ. ഞാനത് ചെറുതായിട്ട് കത്തി ഉള്ളിലേക്ക് തട്ടാത്ത രീതിയിലാണ് കേട്ടോ ഇതിങ്ങനെ പറിച്ചെടുത്തത്. എങ്ങനായാലും ഏത് നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിലും ചെറുതായിട്ടൊരു കയ്പുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ടൈം അധികം കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രക്ക് കയ്പൊന്നും വരില്ല കേട്ടോ. ഞാൻ നാരങ്ങ അച്ചാർ ഇടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനായാലും കുറച്ച് കൂടുതൽ ടൈം വെക്കും കേട്ടോ. അതിന് ശേഷമായിട്ട് നാരങ്ങ അച്ചാർ എടുക്കുള്ളൂ. അങ്ങനത്തെ അതിലൊരു ഇത്തിരി ഉപ്പും ഇത്തിരി മുളക് പൊടി ഇട്ടുകൊണ്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ടാണ് മാറ്റി വെച്ചോ. പിന്നെ അത് ഇക്ക ശർക്കരയൊക്കെ കൊണ്ടുവന്നത് ഇന്നാണ് കേട്ടോ. അപ്പോഴാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. പിന്നെ ശർക്കര കുറച്ച് മെൽറ്റാക്കാനും വേണ്ടി വെച്ചു. പിന്നെ ആ മസാല ഒക്കെ തേച്ച് വെച്ച് നാരങ്ങയുടെ അല്ലി ഉണ്ടല്ലോ അതൊന്നും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് എന്നിട്ട് ഒന്ന് തണുപ്പ് പോയതിന് ശേഷമാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. പിന്നെ ഇത് ഒരു ചെറിയൊരു പാനിൽ ഇത്തിരി കടുകും ഉലുവയും കൂടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലോണം പൊടിച്ച് വെച്ചു. അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് അങ്ങോട്ടാണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കൂല അച്ചാർ. ഞാൻ നല്ലെണ്ണയിലിട്ട് ഉണ്ടാക്കാറില്ല, ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറ്. നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ പോലൊക്കെ തോന്നട്ടെ. പിന്നെ ഇത് ഒരിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഷിബിലി മോന് സ്കൂൾ വിട്ട് എത്തിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചാൽ എക്സാം ആട്ടോ അവൻക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എടുക്കാത്ത ചാപ്റ്ററും വന്നിരുന്ന എക്സാമിൽ നിന്നൊക്കെ അങ്ങനെ പറയായിരുന്നു. പിന്നെ അത് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ എന്നിട്ട് നല്ലോണം തന്നുകൊണ്ട് ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ടാണ്. എന്നിട്ട് ഇത് നമ്മുടെ മല്ലിയില്ല നാരങ്ങൻ്റെ അതൊക്കെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് അതൊക്കെ ഒന്ന് അതിൽ മിക്സ് ആകും വരെ നല്ലോണം ഒന്നാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കേട്ടോ. അതിന് ശേഷം ഇത് പിന്നെ തുറന്ന് നോക്കിയിട്ട് ശർക്കര മെൽറ്റാക്കിയത് അരിച്ചും കൊണ്ട് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ അങ്ങനെ വരും കേട്ടോ. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇങ്ങനെ മെൽറ്റായപ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കൂടി വരിക. പിന്നെ ഉലുവയും കടുകും കൂടി പൊടിച്ചെടുത്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ആയിട്ടാണ്. പിന്നെ കുറച്ച് സാമ്പാർ കായും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അച്ചാറ് റെഡി ആയിട്ട് അപ്പോഴേക്കും അത് ഫിനിമോൾ എത്തിയിട്ട് അവിടെ വെള്ളം നിന്നിട്ട് ഇന്നങ്ങനെ വിളിക്കായിരുന്നു കേട്ടോ. അവിടെ ഇപ്പം ഇങ്ങോട്ട് പിടിച്ച് കയറാൻ ഭയങ്കര പണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങണ ആ
സ്പോട്ടിൽ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പേടിയാണ്, ഇന്നങ്ങനെ വിളിക്കും, ഞാൻ എപ്പോഴായാലും അങ്ങോട്ട് ചെല്ലാറാണ്. പിന്നെ ആ വക പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കണം. അപ്പോൾ ചായൻ്റെ കടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കൂട്ടോ. അപ്പോൾ രാവിലത്തെ കടി ഓട്ടടായിരുന്നു കേട്ടോ. അത് ഷിബിലി മോൻ ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ അവനാ കാണിച്ചു തരുന്നത്. എങ്ങനെയായാലും രാമോളെ നമ്മൾ ഒരു പണി 2 പണിയൊന്നുമില്ലല്ലോ എടുക്കുന്നില്ലേ. അപ്പോൾ പിന്നെ ചെറുതായിട്ട് കരിയിലൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ ബാക്കിയാവട്ടെ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഉണ്ടാക്കാതിരുന്നത്. അങ്ങനെ ചായയുടെ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളൊക്കെ ക്ലീനാക്കി. പിന്നെ അത് പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളും സ്കൂൾ പാത്രങ്ങളും ഒക്കെ ആകുമ്പോൾ പിന്നെ ഒരുപാട് പാത്രങ്ങളും കഴുകാനുണ്ടാകും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, അച്ചാറിൽ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴാണെന്നില്ല അച്ചാർ ഉണ്ടാക്കുന്നത്, പിന്നെ അച്ചാർ ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ സുർക്ക ഒഴിച്ച് കൊടുക്കാറ്. അങ്ങനെ അത് അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി. കണ്ടില്ല സ്കൂൾ പാത്രമൊക്കെ കഴുകിയിട്ട് ഇവിടെയാണ് കേട്ടോ വെക്കാറ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ചാർ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ഇത്തിരി സുർക്ക ഒഴിച്ച് കൊടുത്തു, പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടേസ്റ്റ് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കയ്പ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഫിനിമോളും എന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ ടേസ്റ്റ് നോക്കാൻ. അപ്പോൾ പിന്നെ അവൾക്കും കൂടി ഒന്ന് കൊടുത്തു. പിന്നെ ഇത് കുറച്ച് ഇരിക്കണം എന്നാലിട്ടെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ആ കയ്പ്പ് ആ ശർക്കരമ്മ കൊണ്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടും. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഷിബിലി മോന് ദഫിൻ്റെ പ്രാക്ടീസിനും ചെറിയ കുട്ടികളുടെ ദഫ് പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അവന് പോയി. പിന്നെ എൻ്റെ അടുത്ത പണിയാണ് കേട്ടോ ഇത്. ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. എനിക്ക് എത്ര ഉണങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂതിക്കടൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയല്ലേ, മഴയത്ത് നമ്മൾ എങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവില്ല, വെയിൽ കൊണ്ട് ഉണങ്ങുന്ന പോലെയാകില്ലല്ലോ. അപ്പം ഞാൻ ഫാനിൻ്റെ ചോട്ട് ഇടാറാണ് കേട്ടോ ചെയ്യാറ് കിടക്കുമ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മഗ്‌രിബിക്കത്തെ സീനാണ് ഈ കാണുന്നത്. ഫിലിമോളെ പഠിപ്പിക്കാണ്ട് ഷിബിലി മോന് അപ്പോഴും എത്തിയിട്ടില്ല. അവന് വരുമ്പോഴേക്കും 8 മണി 8:30 ഒക്കെ ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൻ്റെ പഠിത്തം. ഇനി നബിദിനം കഴിയോളം ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ അവളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കത് ഇക്ക എത്തിയിട്ട് അപ്പോൾ ഉണക്കലും തക്കാളിയും ചപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഫിനിമോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഉണക്കലുണ്ടാക്കി തരുമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അടുക്കളയ്ക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറയുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴേക്കും ഒരു പുളിൻ്റെ പീസ് കിട്ടിയിട്ട് അതാണ് ആ വായിലിട്ട് ഇങ്ങനെ കാട്ടണം കേട്ടോ അവൾ. പിന്നെ കുറച്ച് അയില മീനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇക്കാക്ക് ഇന്ന് ഗോതമ്പ് നുറുക്കൊണ്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരിത്തിരി ഉപ്പും പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചോണ്ട് അതങ്ങോട്ട് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു. കണ്ടില്ല നിങ്ങൾ, ഇവള് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവട്ടെ അടുക്കളപ്പണി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ അവളോട് മാറി നിൽക്കാൻ പറയാറാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആ ഉണക്കൽ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫിനിമോളോട് ചോദിച്ചു പിന്നെ ഏത് മീനാ വേണ്ടി വെച്ചപ്പോൾ പറഞ്ഞു ഉണക്കൽ കേട്ടോ. ഉണക്കൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് മാന്തളായിരുന്നു. മീൻ പിന്നെ ഞാൻ രാത്രി കൈമാക്കും കേട്ടോ. ഇത് പിന്നെ ഉണക്കലായതുകൊണ്ട് കൈമാക്കിയതാണ്. അപ്പോഴേക്ക് 8:30 മണിയായിട്ടുണ്ട്. ഷിബിലി മോൻ അപ്പോഴേക്ക് എത്തി. വന്ന പാടെ നോക്കുന്നത് കണ്ടില്ല നിങ്ങൾ, എന്തൊക്കെ ഉണ്ടാക്കിക്കണ നാട്ടാ നോക്കുന്നത്. അവൻക്ക് എന്താണെന്ന് വെച്ചാൽ നല്ലോണം വിശന്നിട്ടുണ്ട്. ദഫിൻ്റെ പ്രാക്ടീസും അവൻ്റെ ദഫ് കളിക്കലും സ്കൗട്ടിൻ്റെ പ്രാക്ടീസും ഒക്കെ കൂടി ആയിട്ട് നല്ലോണം വിശന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ ഉണ്ടാക്കണമെന്നൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ്. പിന്നെ 2 പച്ചമുളകും ചെറുതായിട്ടൊന്ന് കീറിയെടുത്തു. അതിൽ ഒരു ഇത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് അതും പിന്നെ ഉണക്കിയത് ഏതായാലും പൊരിക്കല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടി ഒന്നാണ്ട് ഇടാമെന്ന് വെച്ചു. അവന് വരുമ്പോൾ പിന്നെ അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവും കേട്ടോ. ഇന്ന് 2 പേർക്ക് ബൂസ്റ്റിൻ്റെ പൊടിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് 2 പേരും കൂടി തിന്നണം. അതിൻ്റെ ഇടയിലുണ്ടെന്നാണ് അവന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വിശക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇവർ ഫിലിമോള് ഉണക്കൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉണക്കലാക്കിയതാണ്. പിന്നെ ഒരു പാന് വെച്ച് അതിലേക്ക് ഒരു ഇത്തിരി ഓയിലും ഒഴിച്ചത് നല്ലോണം ചൂടായതിന് ശേഷം ഉണക്കലിട്ട് കൊടുക്കുകയാണ്. ഉണക്കൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തക്കാളി താളിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ കറി ഉണ്ടായിരുന്നു, പിന്നെ അത് മതിയെന്ന് വെച്ചു. പിന്നെ തക്കാളി ഉണക്കലും നല്ല കോമ്പിനേഷനിൽ അത് പിന്നീട് എപ്പോഴേലും ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ഉപ്പുമാവൊക്കെയുള്ള തേങ്ങ ഒരു ഇത്തിരി കൂടി ചിരകാണ് കേട്ടോ. ഞാൻ ഇവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എപ്പോഴായാലും ഇങ്ങനെ തന്നെ കേട്ടോ, ഇങ്ങനെ എടുത്ത് പോവും. ഒരാൾ വന്ന് പോയി പിന്നെ അടുത്ത ആളും വന്നു കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഏതായാലും പോയി പഠിക്കുക, ഇനി അവന് പഠിക്കാൻ നിൽക്കുന്ന ടൈം ഇപ്പോഴാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ഉണക്കലും റെഡി ആയിട്ടുണ്ട്, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചത് ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങ കിട്ടിയതാണ്. അപ്പോൾ അത് കണ്ടില്ലേ നിങ്ങൾ, ഞാൻ തേങ്ങ പൊട്ടിച്ചിട്ട് സൗണ്ട് കേട്ടപ്പോൾ ഒരാൾ കുടുക്കിയും കൊണ്ട് ഒരാൾ ചെമ്പട്ടിയും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. ആ തേങ്ങ പൊട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം താഴേക്കും പോയിട്ട് അതിനുള്ള നിലവിളിയാണ് കേട്ടോ നിങ്ങൾ ആ കേട്ടത്. പിന്നെ ഒരു ഇത്തിരി ശിബിലി മോനക്ക് കിട്ടി. അപ്പോൾ അത് പിന്നെ അവന് ഉള്ളത് കൊണ്ട് അവൾക്കും കൊടുക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് അവളെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടാ. പിന്നെ അത് അടുത്ത ഉടായ്പം കൊണ്ട് വരികയാണ് കേട്ടോ ശിബിലി മോൻ. അവൻക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ട്യൂഷനിൽ പരീക്ഷയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ദഫ് കഴിഞ്ഞ് വന്നിട്ടുണ്ടോ അവന് പഠിക്കാതിരിക്കുമ്പോൾ തന്നെ 9:30 മണിയാവട്ടെ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴേക്ക്. പിന്നെ 11:30 ആവും അവന് കിടക്കണം എന്നുണ്ടെന്നിട്ട് എനിക്ക് ഉറക്കം വരികയാണ്. ഞാൻ ഉറങ്ങട്ടെ, എന്നോട് പറയും നിങ്ങൾ കിടന്നോളൂ, ഞാൻ പഠിച്ചിട്ട് കിടന്നോളാം എന്ന് പറയട്ടെ. എങ്ങനായാലും അവന് പഠിച്ചിട്ടേ കിടക്കുള്ളൂ, അങ്ങനെ ഒരു മെച്ചം കേട്ടോ അവനും കൊണ്ട്. പക്ഷേ പഠിക്കാനിപ്പോൾ ടൈം ഇല്ലയെന്ന് ഉള്ളൂ. ഇപ്പോൾ അവൻ എന്നോട് എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ റബീഉൽ അവ്വൽ കഴിയുന്നവരെ 48 മണിക്കൂറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും ടൈം ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ പറയൂട്ടോ. വെറുതെ അങ്ങനെ തമാശ പറയട്ടെ, കാരണം ഇപ്പോൾ ടൈമില്ലായിട്ടാണ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ പൂമാവൊക്കെ തേങ്ങയിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകൊക്കെ ഇട്ടെടുത്തിട്ട് അതൊന്ന് പിന്നെ ശരിയാക്കി എടുത്തും ചെയ്തോട്ടെ. പിന്നെ ഏതായാലും ഒക്കെ ആയല്ലോ. അപ്പം ഞാൻ പിന്നെ അവർക്ക് 2 പേർക്കാണ് ചോറ് കൊടുക്കാമെന്ന് വെച്ച്. ഏതായാലും അവന് വിശന്നിരിക്കല്ലേ. അപ്പോൾ ഇന്ന് രാത്രിക്ക് വെണ്ടക്ക കറിയും അതുപോലെ തന്നെ പപ്പടും പിന്നെ ആ ഉണക്കൽ പൊരിച്ചതുമില്ല അതും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് കൊണ്ടേ കൊടുത്തപ്പോൾ ആ സന്തോഷം കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് തിന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ആഗ്രഹമായിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്ന് തിന്നാൻ. അങ്ങനെ 2 പേരും കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ തമാശകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിന്നൂട്ടെ. ഇത് ഇങ്ങനെ കാണാൻ ഒരു വേറെ രസമാണ്. ഇവരിങ്ങനെ ഓരോന്ന് വലുതായ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് അങ്ങനത്തെ അവരെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് എത്തി. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി അങ്ങനെയും കഴിച്ചു. പിന്നെ അത് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇനിയും പാത്രങ്ങൾ അങ്ങനെ പരന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചോ. എന്താല്ലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇതന്നെ പണിയില്ലേ, നേരം വെളുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്താലും തീരൂല്ല, ചെയ്താലോട്ട് കാണൂല. ക്ലീൻ ആക്കിയാലും ഇത് മതിയാവൂല അല്ലേ. അങ്ങനത്തെ ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലീനിങ്ങിൽ എത്തിയിട്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലെ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഓരോരോ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും കേട്ടോ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷത്തെ രാവിലേക്കൊക്കെ ഉള്ള കടല വെള്ളത്തിലിടണം കേട്ടോ. ഇത് വെള്ള ഗ്രീൻ പീസ് ഇല്ലേ, അതാണ്. അപ്പോൾ ആ എടുക്കുന്ന കുപ്പി കഴിഞ്ഞും ചെയ്യുന്നത്. അപ്പോൾ അത് ആ സ്പോട്ടിൽ തന്നെ ഒന്ന് കഴുകി വെച്ചു. ഇനി അതിലേക്ക് ഇട്ട് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകി ഉണക്കി തുടച്ചതിന് ശേഷം എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് ആ സ്പോട്ടിൽ തന്നെ ക്ലീനാക്കി വെക്കുന്നത്. പിന്നെ ഇതൊക്കെ എടുക്കാനുള്ള ഏർപ്പാടില്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ചെറിയൊരു ഡോറുണ്ട് പുറത്തേക്ക്. അവിടെ ഞാൻ എന്തെങ്കിലും ജന്തുക്കളെ അരിക്കൊന്ന് വെച്ചിട്ട് അവിടെ ഉള്ള ഒരു ചവിട്ടിയുണ്ട് കേട്ടോ, അതൊന്ന് ചുരുക്കിയിടാണേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കണ്ടില്ല നമ്മൾ ഷിബിലി മോള് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോണിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ഫിനിമോളും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ് നൈറ്റ് റൊട്ടീന്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.